നമസ്കാരം. നമ്മളെല്ലാം ചെക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ വേണ്ടത്ര കരുതലില്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മളുടെ പണം പോകുന്ന വഴി അറിയില്ല. നോക്കാം, നമുക്ക് എന്തെല്ലാമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളൊരു ചെക്ക് എഴുതുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ പേര് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേരാണെങ്കിൽ വ്യക്തമായി എഴുതി സൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മളുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ചെക്ക് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, പണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തൽ മാത്രമല്ല, അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ തെറ്റുകൂടാതെ എഴുതിയിട്ടുണ്ടോ എന്നുള്ള കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. കാരണം നമ്മളൊരു മൂന്നാമതൊരു തേർഡ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോ നമ്മൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരവിടുന്ന് ട്രാൻസാക്ഷന് വേണ്ടി അയച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചെക്ക് അവര് ബൗൺസ് ആക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പണം അക്കൗണ്ടിൽ നിന്ന് പിടിക്കും. അത് 350-500 ആ ഒരു റേഞ്ചിലാണ് പല ബാങ്കുകളും പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പണം അവിടെ നഷ്ടമായി. മാത്രമല്ല, അത് നിയമ നടപടികളിലേക്ക് പോകുന്നതിനും കാരണമാവുന്നുണ്ട്. മറ്റൊന്ന്, കൂടെ ചെക്ക് മുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെക്ക് കൊടുക്കുകയും വേണ്ടത്ര അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് ഏതെങ്കിലും EMI ആയിട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ആ വേണ്ടത്ര പണം ഇല്ല എന്നുള്ളത് നമ്മൾ അറിയാതെ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ എമൗണ്ട് ഒക്കെ എടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പിടിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാത്രമല്ല അതും ക്യാൻസലായി പോകും. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ചെക്ക് കൊടുക്കുക. അതുപോലെ ഡേറ്റ് എഴുതുന്ന കറക്റ്റായിട്ട് നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കുക. തെറ്റുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വളരെ ജാഗ്രതയോടുകൂടി നോക്കുക. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനം കൂടിയാണ് നമുക്ക് ചെക്ക്. അപ്പൊ ചെക്ക് നമുക്ക് ഉപയോഗിക്കാം. എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് കൈമാറാൻ വേണ്ടി പറ്റുന്നതാണ്. അത് പക്ഷെ വളരെ കെയറിങ്ങോടുകൂടി ഉപയോഗിക്കാം. താങ്ക് യു.